ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മളെ മാവുകൾ ട്രെയിൻ ചെയ്യുന്നത് ഇപ്പൊ ആദ്യഘട്ടത്തിൽ മാവ് കിട്ടിയ ചെറിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ കിട്ടുക. അപ്പൊ ഇത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രൂണിങ് ചെയ്യുന്നതും ട്രെയിൻ ചെയ്തതും രണ്ടാണ്. അപ്പൊ പ്രൂണിങ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാർഡ് പ്രൂണിങ് അതേപോലെ സോഫ്റ്റ് പ്രൂണിങ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇതിപ്പോ ഒരു ജപ്പാന്റെ മിയാസാക്കി മാവാണ്. അപ്പൊ ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ മേലെ ഒരു 35 സെന്റിമീറ്ററിന്റെ മേലെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെ തട്ട് വരല്ലോ ചുറ്റും ഇലകൾ വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ഇതുപോലെ ഈ തട്ട് വരുന്നതിന്റെ തൊട്ട് മേലായിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തട്ടിൽ നമ്മൾ കട്ട് ചെയ്യുക, സെക്കൻഡ് തട്ടിലും കട്ട് ചെയ്യുക. അപ്പൊ ഞാൻ രണ്ടാമത്തേലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ 4 ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നിലനിർത്തേണ്ടത് 2 എണ്ണം നിലനിർത്തുക. ഞാൻ 2 എണ്ണമാണ് നിലനിർത്താറ്. അപ്പൊ 2 അല്ലെങ്കിൽ 3 എണ്ണം വേണമെങ്കിൽ നമുക്ക് നിലനിർത്താം. 4 എണ്ണം നിലനിർത്തേണ്ടില്ല, കാരണം ഇത് കൊമ്പ് വലുതായി വരുമ്പോൾ സൂര്യപ്രകാശം ഉള്ളിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ കണ്ടില്ല, ആദ്യ ഘട്ടത്തിൽ ഞാൻ ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടുന്ന് 2 ശീലങ്ങൾ ഞാൻ നിലനിർത്തി. അപ്പൊ ആ ശീലങ്ങൾ വീണ്ടും വലുതായിട്ടുണ്ട്, ആ 2 ശീലങ്ങളും വലുതായിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിന്ന് ഒരു 2 അടി വിട്ടിട്ട് ഈ ഒരു തട്ട് കണ്ടില്ലേ, ഈ ഒരു തട്ടിലാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചെരിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തത്. അതേപോലെ ഈ ശിഖരത്തിലും ഈ ഒരു ചുറ്റി വരുന്ന ഇതിന്റെ മേലായിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് 4-5 ശിഖരങ്ങൾ വരും. അപ്പൊ അതിൽ നമ്മൾ 3 എണ്ണം നിലനിർത്തിയാൽ മതി. അപ്പോ നമ്മൾ ആദ്യ ഘട്ടത്തിൽ 2 എണ്ണമാണ് നിലനിർത്തിയത്. രണ്ടാമത്തെ ഘട്ടം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ 3 ശിഖരങ്ങളാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഇനി 4 എണ്ണം നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ബോർഡോ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പൊ മാവുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു പ്ലാന്റ് കിട്ടി നട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രൂപത്തിൽ. അപ്പോഴാണ് ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ കൊമ്പുകളിലേക്കൊക്കെ നമുക്ക് സൂര്യപ്രകാശം കിട്ടുള്ളൂ. അതിനുശേഷം മാവ് വലുതായതിനു ശേഷമാണ്, കൂടുതൽ ശിഖരങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത്. ആദ്യഘട്ടങ്ങളിൽ സോഫ്റ്റ് പ്രൂണിങ്, പിന്നെ ഹാർഡ് പ്രൂണിങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്.